പ്ലീസ്. താങ്ക്സ്. Oh, it's you. Yeah, it's me. Right. ഞാൻ എന്റെ ജോലിയിലേക്ക് കടക്കുന്നു. മുഖവുരയോടെ ഒരു ക്രോസ് കട്ട്. ബുദ്ധി എന്നാൽ കച്ചവട ബുദ്ധി, പ്രതിഭ എന്നാൽ മാനേജ്മെന്റ് പ്രതിഭ. അങ്ങനെയാണ് പത്രങ്ങൾ താങ്കളെ വിശേഷിപ്പിക്കുന്നത്. അത് പത്രക്കാരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. സമ്മതിച്ചു. അങ്ങനെ തന്നെയാണ് താങ്കളെക്കുറിച്ചുള്ള അലിഗേഷൻസും എന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്, സത്യവുമല്ല. താങ്കൾ വളരെ ഇന്റലിജന്റ് ആയി മറുപടി പറയുന്നു. ഇത് LCS മാഡ്ലിൻ എന്ന ഇറ്റാലിയൻ കമ്പനി അവരുടെ കെമിക്കൽ പ്രൊഡക്ഷന് വേണ്ടി താങ്കളുടെ വകുപ്പിൽ നിന്നും റോ മെറ്റീരിയൽസ് വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഇറ്റാലിയൻ കമ്പനിക്ക് സർക്കാർ വിറ്റിരിക്കുന്ന 1600 കോടി എന്ന സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ബട്ട് കമ്പനി പുറത്തുവിട്ട ബാലൻസ് ഷീറ്റിൽ സർക്കാരിന്റെ രേഖകളിൽ ഉള്ളതിനേക്കാളും 140 കോടി അധികം കാണുന്നു. സർക്കാർ ഖജനാവിലേക്ക് വരേണ്ട ആ 140 കോടി അതെവിടെ പോയി? Absolutely absurd findings. അത്ര എനിക്ക് പറയാനോ. But it's a truth, sir. That is not the truth. എന്റെ അറിവിൽ എന്റെ വകുപ്പിൽ അങ്ങനെ ഒരു ഡീല് നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ Prove it with solid credentials. നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല? No. ഏതൊരു ശരാശരി ഇന്ത്യൻ പൊളിറ്റീഷ്യനും പറയുന്ന മറുപടി. No, madam, please. എന്നെ ആ ജനസിൽ പെടുത്തരുത്. But you are responsible for this deal. Yes, I am responsible for the whole world. But I am not a person to be trifled with. Okay, you may go now. Thanks. Officer, 450 കോടി പോയിട്ട് 450 രൂപ വെട്ടിച്ചാൽ തെളിവ് പ്രമാണങ്ങൾ നിരത്തി മുറവിളി കൂട്ടുന്നവരുടെ ഈ നാട്ടിൽ നിന്ന് ഞാൻ അപഹരിച്ചു എന്ന് പറയുന്ന ആ ആന സമ്പത്ത് എവിടെ, എന്ത് രൂപത്തിൽ നിക്ഷേപിച്ചു, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണം. ഓക്കെ? How it's possible? ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. No, no, impossible. I can't accept this. No. No. Hey, പേടിച്ചു പോയി. I'll call you later. മീര, നമ്മീച്ച എത്തിയെന്നറിഞ്ഞു. പഴയ നമ്പറിലോട്ട് വിളിച്ചിട്ട് കിട്ടിയതുമില്ല. നമ്പർ ചേഞ്ച്ഡ്. പുതിയ മിഷൻ. അറിഞ്ഞു. ജിടി സാറിന്റെ കേസ് എവിടെ വരെയായി? ഗോയിങ് ഓൺ സ്മൂത്ത്. ഇരിക്കടി. തലസ്ഥാനത്ത് നമുക്ക് ഇത്രയും വലിയൊരു വീടുണ്ടായിട്ടും നീ എന്തിനാ ഹോസ്റ്റലിൽ പോയി താമസിച്ചത്? സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണമല്ലോ നോട്ട്. നമ്മീച്ച് വന്നതുകൊണ്ട് ഇനി ആ പേടി വേണ്ട. അച്ഛൻ ഡൽഹിന്ന് ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നമ്മൾ തമ്മിൽ കണ്ടോന്നറിയാം. ശരി. ആ, എവിടെ വരെ എത്തി നിന്റെ റിസർച്ചും തീസിസും ഒക്കെ? ഒരു പുതിയ വിഷയത്തിലെ ഞാനിപ്പോ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്ന ജനകീയ മുന്നേറ്റങ്ങളെ കുറിച്ച് ഒരു പഠനം. അതിന് നിനക്ക് ഈ സ്മോൾ സ്റ്റേറ്റേ കണ്ടുള്ളൂ. അവിടെയാണ് നമ്മീച്ചയ്ക്ക് തെറ്റിയത്. ഇവിടെ വ്യവസായങ്ങളെ സ്വാഗതം ചെയ്യുന്ന കാര്യക്ഷമമായ ഒരു വകുപ്പുണ്ട്. അതോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മന്ത്രിയുമുണ്ട്. GT മിനിസ്റ്റർ. അതെ. സാർ നമസ്കാരം. ഇവര് ട്രാവൻകൂർ സിമൻസിന്നാ. ആ, ഞാൻ ഇൻഡസ്ട്രി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച ട്രേഡ് യൂണിയൻസുമായി ചർച്ച വെക്കാൻ. ചർച്ച മാത്രം പോരാ, വിട്ടുവീഴ്ച എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. തീർച്ചയായും സാർ. 28 വ്യാഴം. സർക്കാർ തലത്തിലുള്ള ഈ ചർച്ചയും ഒരു പ്രഹസനമാകില്ലെന്ന് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാവുന്ന മാത്രമല്ല, സർക്കാർ തീരുമാനം അതെന്ത് തന്നെയായാലും നടപ്പിലാക്കുകയും ചെയ്യും. പോരെ? മീര അല്ലേ? അതെ സർ. മീരയെ കണ്ടിരുന്നു ഞാൻ ഹാളിൽ. തന്റെ തീസിസിനെ പറ്റിയ ചില ഇൻഫർമേഷൻസ് തരാൻ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞേക്കാം. ഓ, താങ്ക് യു സർ. കഴിഞ്ഞ ആഴ്ച ഡൽഹി വെച്ച് മേനോൻ സാറിനെ കണ്ടിരുന്നു. മുത്തച്ഛനെ. മീരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 നാവ അദ്ദേഹത്തിന്. ചേച്ചി നമിത ചൗധരിയെ കുറിച്ചും പറഞ്ഞിരുന്നു. ചേച്ചിയോടൊപ്പമാണോ താമസം? അതെ. മുത്തച്ഛൻ എപ്പോഴും പറയാറുണ്ട് സാറുമായുള്ള അടുപ്പത്തെ പറ്റി. മേനോൻ സാർ ഇവിടെ ഉണ്ടായിരുന്ന കാലം തുടങ്ങിയുള്ള ഒരു ആത്മബന്ധം. അകത്ത് നടന്ന ചർച്ചകൾക്ക് തിരികൊളുത്താൻ മീഡിയ ഒന്നടങ്കം സാറിനെ കാത്തിരിക്കുകയാണല്ലോ. റുട്ടീൻ, അത്രയേ ഉള്ളൂ. കുടയ്ക്കുള്ളിലേക്ക് വരാം. താങ്ക് യു സർ. മഴ ഉറക്കുന്ന ലക്ഷണം. വിസിറ്റേഴ്സ് റൂമിലേക്ക് ഇരിക്കാൻ.
പ്രത്യേക വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ CM ജോർജ് തര്യനും ഡൽഹി മലയാളിയായ ഒരു പെൺകുട്ടിയും ഒരുമിച്ചുള്ള കിടപ്പറ രംഗങ്ങൾ ഇന്റർനെറ്റിലൂടെ ഒരു സ്വകാര്യ വാർത്താ ഏജൻസി പുറത്തുവിട്ടു. എന്റെ പൊന്നെ, ആരൊക്കെയായി വന്നിരിക്കുന്നേ? നിങ്ങളുടെ പാർട്ടിയുടെ തലയൊഴിച്ച് ഉടല് മൊത്തമായിട്ട് ഇങ്ങ് എത്തിയല്ലോ. അതേടോ, പക്ഷെ ആ തലയ്ക്ക് വില പറഞ്ഞ അമ്മാനവാള മാത്രം വളർന്നിട്ടില്ല, താനും തന്റെ കൂടെയുള്ള ഈ രാഷ്ട്രീയ ശൗനികളും. അയ്യോ ഫാറൂഖ്ജി, ഞങ്ങൾ വല്ലാതെ തിരിച്ചിരിക്കുക. ഞങ്ങൾ ഈ ഗൗതം കുമാറുമായി ആഗോള മീഡിയ രംഗത്തെ കുറിച്ച് ചില്ലറ ചർച്ചകളായിരുന്നേ. അപ്പൊ പിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റും, ഞാനും കൂടി. അറിയാവടോ, ഇവനെ ഉപയോഗിച്ച് GT-ക്കെതിരെ താനൊക്കെ നടത്തിയ ആഗോള മീഡിയ സ്കാൻഡൽ അത് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ആ, ഞങ്ങളും കേട്ട് ചിലതൊക്കെ. സത്യത്തിൽ എന്താണ് ഫറൂഖ്ജി വിഷയം? അയ്യോ, മാർപ്പാപ്പ ചമയുന്നോടാ. GT-യുടെ പ്രതിച്ഛായക്ക് ഇനി ഒരു ക്ഷതം വന്നാൽ സഹിക്കില്ല ഞാൻ. രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങ് തകർക്കുന്ന നിന്റെ ചാനലുണ്ടല്ലോ KTV, അടിച്ച് തകർക്കാൻ എനിക്കറിയാം. പക്ഷെ അത് ചെയ്യാത്തത് GT ഓർത്തിട്ട്, ആ മനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ട്. ആ GT-യുടെ വാക്കാ ഞങ്ങൾക്ക് വേദവാക്യം. അതുകൊണ്ട് അധികാരത്തിന്റെ മുഷ്കും തിണ്ണമിടുക്കുമായി ഇനി GT-ക്ക് നേരെ ഇറങ്ങിയ പിന്നെ കാരണം കാണിക്കലും പ്രതികരണം ഒന്നും ആയിരിക്കണം ഉണ്ടാവുക. ഒഴിച്ചു മുടിക്കളയും ഇതേപോലെ എല്ലാത്തിനെയും. ഇല്ല ഫാറൂഖ്, പ്രതികാരമല്ല, ഒരു പരിഹാരമാണ് എന്റെ മുന്നിലുള്ള വിഷയം. എന്നെ പ്രതിവേദനിക്കുന്നവരെ സമാധാനിപ്പിക്കാൻ, ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ, എന്റെ രാജിക്ക് വേണ്ടി രക്തദാഹികളെ പോലെ മുറവിളി കൂട്ടുന്ന ഭരണ പ്രതിപക്ഷങ്ങളുടെ മുന്നിൽ വെക്കാൻ ഒരു പരിഹാരം. സർ, മീര മേനോൻ. ഹലോ. എന്ത് പറഞ്ഞ സാറിനെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ആ മനസ്സിന്റെ ശുദ്ധി, ഏത് പ്രതിസന്ധിയിലും അത് കൈവിടരുത്. പിന്നെ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്, ആ മനസ്സ് വേദനിപ്പിച്ചതിന് എല്ലാറ്റിനും വേണ്ടി സോറി, എക്സ്ട്രീമലി സോറി. Anwar, sir, call SP Namita Chaudhary immediately. മീര മരിച്ചിട്ടില്ല. ഓഫീസർ പ്ലീസ്. വേണ്ട. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. നിങ്ങൾ കാരണം ഇപ്പൊ ജീവിക്കോ മരിക്കോ എന്ന് ഉറപ്പില്ലാതെ എന്റെ മീരകത്ത് കിടക്കുമ്പോ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ നിങ്ങൾ ഇവിടെ നിൽക്കരുത് പ്ലീസ്. എന്റെ മീരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച വിടില്ല നിങ്ങളെ ഞാൻ. നിങ്ങളുടെ മുന്നിൽ ഒരു നാടകം കളിക്കാനോ എന്റെ നിരപരാധിത്വം തെളിയിക്കാനോ അല്ല ഞാനിപ്പോ വന്നത്. ഒരല്പം മനുഷ്യത്വം ഉള്ളിൽ ബാക്കിയുള്ളത് കൊണ്ട് മാത്രം. ഒരാളെയും പേടിക്കുന്നുമില്ല ഞാൻ. ആദ്യം
കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ ജീവന് വേണ്ടി ഉള്ളൊരുക്കി ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുക. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. കൊച്ചി ആസ്ഥാനമായുള്ള എറിക് മാൽക്കം ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി CBI റെയ്ഡ് ചെയ്തു. ആയുർവേദത്തിന്റെ മറവിൽ കോസ്മെറ്റിക് കമ്പനികളുടെ ഇഷ്ട റോ മെറ്റീരിയലായ ചാപിള്ളകളുടെ സംസ്കരണ യൂണിറ്റായി പ്രവർത്തിക്കുകയായിരുന്നു ഈ കമ്പനിയുടെ ലക്ഷ്യമെന്ന സംശയം ബലപ്പെടുന്നു. കമ്പനി കേരളത്തിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യവസായ വകുപ്പ് മന്ത്രി CM ജോർജ് തരീന് ഇതിൽ പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. വാസ്തവവിരുദ്ധമായ പ്രസ്താവനകളും പ്രത്യാക്രമണങ്ങളും നടത്തലല്ല ഈ ലൈസൺ കമ്മിറ്റിയുടെ ലക്ഷ്യം. വേണ്ട CM, ഈ GTക്കെതിരെ അഴിമതി ആരോപണം വന്നപ്പോ അന്നിയാളെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ചെവിക്കൊള്ളാൻ CM അടക്കമുള്ളവർ ആരും തയ്യാറായില്ല. ഇപ്പൊ ദേ കിടക്കുന്ന അതിന്റെ കൂടെ സ്ത്രീപീഡനവും. എന്നിട്ടും CM തയ്യാറാകുന്നില്ല. എന്റെ പൊന്നെ, എന്ത് തൊലിക്കട്ടി. സിഎംഎ, ഇയാളെ കൊണ്ടുവന്ന CBI റെയ്ഡ് ചെയ്ത കോസ്മെറ്റിക് കമ്പനിയുടെ ലബോറട്ടറികൾ, ചാപിള്ളകളുടെ പ്രോസസിംഗ് യൂണിറ്റ്. ചേടാ, ഇവിടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്ന പോരാഞ്ഞിട്ട് മാസം തികയാതെ പ്രസവിക്കുന്ന ചാവള്ളകളെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ. മോനിപ്പള്ളി മിനിസ്റ്ററെ, ഒരു കാര്യം മനസ്സിലാക്കിയാ നന്ന്. എന്നതാ കുഞ്ഞമ്മോ? പറയുന്ന നിങ്ങൾക്ക് അന്തസ്സില്ല എന്നുള്ളത് സത്യം. പക്ഷേ ഞങ്ങൾക്കതില്ല എന്ന് കരുതരുത്. കേരളത്തിലെ സ്ത്രീകളുടെ മാതൃത്വത്തെ ഒന്നടങ്കം ചോദ്യം ചെയ്യുന്ന സഭ്യമല്ലാത്ത ഇത്തരം പ്രസ്താവനകൾ ഇനി ഇവിടെ വേണ്ട. കുഞ്ഞമ്മ പറഞ്ഞ സത്യമായിരിക്കും. എന്താ നിങ്ങൾക്ക് അന്തസ്സില്ല കുമാരൻ ഒരുമാതിരി ചൊറിഞ്ഞ- എന്നെ അവരും പറഞ്ഞത്. ഒന്നടങ്ങിരി ഇവിടുത്താണ് കളി. GT ആണ് എറിക് മാൽക്കം എന്ന ബ്രിട്ടീഷ് കമ്പനി ഇവിടെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് എന്നുള്ളത് നേരെ. പക്ഷെ അതിൽ GT പങ്കാളിയാണെന്ന് വരുത്തി തീർക്കുന്നത് മാന്യതയുടെ ലക്ഷണമല്ല. ഹോ, എന്തൊരു പിന്തുണ. ദേ ഫറൂഖി, ഒരു വ്യവസായി എന്നുള്ള നിലയിൽ എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയുക, GTയെ കുറിച്ചുള്ള ആരോപണങ്ങൾ വെറും കടലാസ് പുലിയല്ല, സോളിഡ് പ്രൂഫ് ഉണ്ട്. അതെ, അതിന്റെ വെളിച്ചത്തിൽ മാന്യതയുടെ കാണിക അല്പമെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇയാള് രാജിവെച്ച് പുറത്തു പോകണം, ഇല്ലയോ? അത് ആദ്യം GTക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയാവട്ടെ, എന്നിട്ട് മതി സ്പീഡനം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഓലപ്പടക്കം പൊട്ടിക്കൽ. ഓലപ്പടക്കല്ല, ഇത് വെച്ചൊരു സ്ഫോടനം തന്നെ ഇവിടെ നടക്കും. അതോടെ തെറിപ്പിക്കുകയുടെ കസേര. നിങ്ങളൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. GT മന്ത്രി കസേര നിറങ്ങാനും പോകുന്നില്ല. ഈ നേരത്തെ അടിക്കുന്നത് അല്ല, ഫോൺ എടുത്ത് വലിച്ചെറിയാ. വൈറ്റ് ഫോൺ അടിച്ചത്. ഹലോ, കാട്ടാക്കടക്കുമായ സ്പീക്കിങ്. കൊടുക്കാം. CMനെ ഫോൺ ചോദിച്ചു, പറഞ്ഞില്ല. ഹലോ, അവിടെ ഇരിക്കാൻ എല്ലാവരും ഇരിക്കാൻ. എന്നെക്കാൾ അലവില്ലാതെ ഇളയവന്മാര് കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇതെന്നെ ചന്തയാ?